സർ, നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതക കേസാണ്. ഒരുപാട് വിവരങ്ങളാണ് ഓരോ ദിവസവും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മിക്ക കൊലക്കേസുകളിലും ഇരകൾ ഒന്നിച്ച് കൊല ചെയ്യപ്പെടുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഏറെ വ്യത്യാസമുണ്ട്, അപൂർവമാണ്. കടബാധ്യത കൊണ്ട് മാത്രം ഒരു 23 വയസ്സുകാരൻ ഇങ്ങനെ കൂട്ടക്കൊലപാതകം ചെയ്യുമോ? പ്രതി അഫാന്റെ മൊഴികളും പുറത്തു വന്നിട്ടുണ്ട്. പ്രതി പറയുന്നത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതാണോ? സത്യത്തില് ഈ കടബാധ്യത എന്നുള്ളത് കൊണ്ട് മാത്രം ചിലപ്പോ കൂട്ട ആത്മഹത്യകൾ ഉണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആത്മഹത്യയുടെ ഒരു പരിവേഷം ഇതിനൊരിക്കലും കിട്ടില്ല. കാര്യം ഇതിലാരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നത് ഇവനാണ്, ഈ ഇതില് കൊലപാതകം നടത്തിയ അഫാനാണ്. ഇത് യഥാർത്ഥത്തില് വളരെ ഒരു നമുക്ക് റെയറായിട്ട് മാത്രം കാണാവുന്ന, റെയറസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ക്രൈം തന്നെയാണ് ഈ കൂട്ടക്കുരുതി. അതാണ് നടന്നേക്കുന്നത്. അത് മാത്രമല്ല, സാധാരണ ഒരിടത്ത് ഒരുമിച്ച് കൂടിയ ആളുകളെല്ലാം കൂടെ മരിക്കാൻ തീരുമാനിക്കുന്നത് പോലെ അല്ലിത്. ഇത് 3 ഡിഫറെന്റ് സൈറ്റ്സ്, 3 വ്യത്യസ്തങ്ങളായ സ്ഥലത്ത് വെച്ചാണ് ഇതെല്ലാം നടത്തിയേക്കുന്നത്. 3 വ്യത്യസ്തമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പൊ ഇവന്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ പോലും അത് അവിടെ പോലും 3 വ്യത്യസ്ത സൈറ്റിലാണ് ആ വീട്ടിൽ നടന്നേക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതൊരിക്കലും ഒരു ആത്മഹത്യ തീരുമാനിച്ചു അല്ലെങ്കിൽ കടബാധ്യത ഉണ്ടായി. കടബാധ്യത ഉണ്ടായാൽ ഇവന് മാത്രമാണ് ഉത്തരവാദിത്വം. അതൊന്നും അല്ലല്ലോ. അവന്റെ വാപ്പ ഇവിടെ ഇല്ല, അയാൾ സൗദിയിലാണ്, അയാൾക്ക് വരാൻ പറ്റുന്നില്ല, അയാൾ 7 വർഷമായിട്ട് വരുന്നില്ല. അവിടെ അയാൾ കുടുങ്ങിക്കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അയാളുടെ ട്രാവൽ ബാൻ ആയതുകൊണ്ട് ആണ്. ലയബിലിറ്റി ഉണ്ട്. ലയബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ ലയബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ട്രാവൽ ബാൻ കൊടുക്കും. അങ്ങനെ വരും. അങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാ GCC കൺട്രിയിലും ഉള്ളതാണ്. എല്ലാ രാജ്യം, ഇപ്പൊ UAE-യിലായാലും ഉണ്ട്, അതുപോലെ കുവൈറ്റിലായാലും ഉണ്ട്, ഇപ്പൊ ബഹ്റിനിലായാലും, ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഈ സംഭവം ഉണ്ടാവും. മറ്റൊരു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരാൾക്ക് ബാൻ ഉണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തും GCC കൺട്രിയിൽ അങ്ങോട്ട് കയറാനും പറ്റത്തില്ല. ആ രീതിയിലാണ് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ആദ്യം ഇവൻ ചെല്ലുന്നത് അവന്റെ ഉമ്മയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അതായത് അവരെ കഴുത്തിൽ ഷാൾ മുറുക്കി അവരുടെ തല പിടിച്ച് ഭിത്തിയിലടിച്ചു. അവിടെ വീണു കഴിഞ്ഞപ്പോൾ മരിച്ചെന്ന് കരുതിയിട്ട് ഇവൻ മുറി പൂട്ടിയിട്ട് വെളിയിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് അവന്റെ വാപ്പായുടെ ഉമ്മായുടെ വീട്ടിലേക്കാണ്. അവിടെ പോയിട്ട് 95 വയസ്സുള്ള ആ സ്ത്രീയെ ഒരു 5 മിനിറ്റിനകത്ത് കാര്യം തീർത്ത് റെഡിയാക്കി അവരെ തലയൊക്കെ അടിച്ച് ശരിയാക്കിയതിന് ശേഷം കഴുത്തിൽ ഞെക്കി കൊന്നിട്ട് അവൻ തിരിച്ച് വണ്ടി കയറി അങ്ങ് പോയി. അവരുടെ മാല എടുത്തുകൊണ്ട് പോയി. അതിനു മുമ്പേ പണം ഒരിടത്ത് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കടം വാങ്ങിയിരുന്നു, ആഭരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 1400 രൂപ എങ്ങാണ്ട് അവൻ വാങ്ങിയിരുന്നു. അതുകൊണ്ട് പോയി. അതുകൊണ്ടാണ് ഈ ചുറ്റിയലും അതും ഇതൊക്കെ വാങ്ങിച്ചത്. ആ ചുറ്റിയലാണ് ഈ ഉപദ്രവിക്കാനുള്ള അവന് ആയുധമായിട്ട് അവൻ തെരഞ്ഞെടുത്തത് ചുറ്റിയലാണ്, വേറെ ഒന്നല്ല, ചുറ്റിയ. അപ്പൊ ഇതുകൊണ്ട് നേരെ പിന്നെ അവിടുന്ന് ഇറങ്ങി മോട്ടോർ സൈക്കിളിൽ കയറി പോയത് എങ്ങോട്ടാണ്? അവന്റെ പിതൃ സഹോദരൻ, അത് ലത്തീഫിന്റെ വീട്ടിലേക്കാണ്. അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലേക്ക് പോയി. അയാളെയും അയാളുടെ ഭാര്യയും ദാരുണമായിട്ട് അടിച്ച് നിഷ്കരണം കൊലപ്പെടുത്തി. അയാളുടെ തലയിലൊക്കെ 22 പൊട്ടലൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും അതായത് തലയൊട്ടി കിഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ടുണ്ട് ഈ ചുറ്റിയ. അപ്പൊ ആ രീതിയിൽ അത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ ബാറിലോട്ട് പോയി മദ്യപിച്ചതിന് ശേഷം ഈ ഫർസാനെ, ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അവിടെ വീട്ടിലേക്ക് വന്നു. ഇവൻ നേരെ അവിടുന്ന് അത് കൂടാതെ പാഴ്സലായിട്ട് മദ്യം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയപ്പോ ഇവന്റെ ഉമ്മ മരിച്ചിട്ടില്ല എന്ന് കണ്ടു. പിന്നെ അവരുടെ മുഖത്തും തലയിലും എല്ലാം ചുറ്റിയെ വെച്ച് അടിച്ചങ്ങ് നാശമാക്കി. ഒരുപാട് ഫ്രാക്ചറും ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ എന്നിട്ട് അവര് ബോധരഹിതയായിട്ട് അവിടെ കിടന്നു. അവര് മരിച്ചെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇവനും മരിച്ചെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും ഇത് കഴിഞ്ഞിട്ട് നേരെ മുകളിലത്തെ മുറിയിലാണ് ഈ ഫർസാന ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ആ പെൺകുട്ടിയെ എടുത്തോട്ട് ചെന്നു. അതിനെ നിഷ്കരണം അടിച്ച് മുഖത്തും തലയിലും ഒക്കെ അടിച്ച് അങ്ങ് കൊലപ്പെടുത്തുകയാണ്. അവന് പ്രേമം അതിനോടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഒരിക്കലും അതിനെ സ്നേഹിച്ചിട്ടുള്ള ഒരുത്തൻ അതിനെ ഇതുപോലെ അടിച്ച് കൊലപ്പെടുത്താനായിട്ട് അതിന്റെ മുഖം കണ്ടുകൊണ്ട് ചെയ്യത്തില്ല.
സാധ്യമല്ല. അതിനുശേഷം അതേപോലാണ് ആ ഇളയ അനുജൻ ആ കുട്ടിയെ അപ്പോഴത്തേക്ക് അതിനെ കുഴിമന്തി വാങ്ങിക്കാനായിട്ട് പറഞ്ഞയച്ചു. വാങ്ങിച്ചിട്ട് അതും പറഞ്ഞയച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നത്. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവനെ ഇതേപോലെ തന്നെ നിഷ്കരണം അടിച്ച് കൊലപ്പെടുത്തുകയാണ്. ചോരയെ കുളിച്ച് കിടക്കുന്ന അവന്റെ മുഖം അത് നമുക്ക് കവിഴ്ന്ന് മരിച്ച് അവിടെ കിടക്കുക. സാധാരണഗതിയിൽ ഒരു കൊലപാതകം നടത്തിയ പ്രതി അല്ലെങ്കിൽ വ്യക്തി ഒളിവിൽ പോകുകയോ ഒരുപക്ഷെ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കഴിയുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ചെയ്തത് ഒരു ഹീറോയുടെ രൂപത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയാണ് ചെയ്തത്. അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. താരതമ്യേന സ്ലോ പോയിസണായ എലിവിഷമാണ് കഴിച്ചിരിക്കുന്നത്. ശരിക്കും അവൻ മരിക്കാൻ തീരുമാനിച്ചിരുന്നു. കാരണം അവന്റെ പ്രവൃത്തിയെ അതല്ല സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് ചെയ്ത ക്രൂരത നമ്മൾ എങ്ങനെ വേണം അനുമാനിച്ചെടുക്കാൻ? ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത മാത്രമായിരിക്കുമോ? ഒപ്പം തന്നെ അവന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു? നമുക്കത് പലതും സംശയിക്കേണ്ടതായിട്ടിരിക്കും. ഈ ചോദിച്ചത് വളരെ ശരിയായ ഒരു കാര്യമാണ്. എലിവിഷം എന്ന് പറയുന്നത് ആഴ്സനിക്ക് അതൊരു സ്ലോ പോയിസൺ ആണ് കേട്ടോ. അതൊരു സ്ലോ പോയിസൺ ആണ്, ശരിയാണ്. പക്ഷെ സ്ലോ പോയിസൺ ആയാലും വളരെ അപകടകാരിയാണത്. അത് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ദിവസമൊന്നും ചിലപ്പം അതൊക്കെ ഈ ഇവിടെ എല്ലാം പൊള്ളലൊക്കെ വീഴും അകത്തൊക്കെ അതുണ്ടാവും. കാരണം ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതിപ്പോ ഇവരെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോൾ 3 നേരം വാഷ് ചെയ്ത് കാണും. അതെല്ലാം അവർ ഇത് വാഷ് ചെയ്ത് കാണും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വാഷ് ചെയ്യണം. വാഷ് ചെയ്താലേ ഇത് വെളിയിൽ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ അല്ല അതിന്റെ പ്രശ്നം എന്താ പറയുക, ഇത് ബ്ലഡിലേക്ക് കയറിയിട്ട് ഇത് നേരെ ലിവറിലോട്ടും. ലിവർ കയറി കഴിഞ്ഞാൽ ലിവർ കണ്ടാമിനേറ്റഡ് ആവും. ലിവറിനെ നശിപ്പിക്കും. അങ്ങനെയാണ് ഇതിനകത്ത് ഈ മരണം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ആ രീതിയിലാണ് ഇതിന്റെ പോക്ക്. അത് നല്ല അളവിൽ കഴിക്കണം. അല്ലാതെ വളരെ കുറച്ച് എലിവിഷം കഴിച്ചാലൊന്നും മരിക്കത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. കാരണം എലിവിഷം കഴിച്ച് ഒരുപാട് പേര് രക്ഷപ്പെട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് കഴിച്ചെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇവന് ആത്മഹത്യ ചെയ്യാൻ വേറെ മാർഗമില്ലായിരുന്നു. ഇവന് ആത്മഹത്യ ചെയ്യണം എന്ന് കരുതിക്കൂട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ ഇത് പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് പറഞ്ഞതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായെന്ന് പറഞ്ഞാൽ മറ്റ് നിരപരാധികളൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് അന്വേഷണം നടക്കി വീട്ടിൽ ആര് വന്നു, ആര് കയറി, ഇതൊക്കെ ചോദിക്കും, പ്രശ്നം വരും. ഇവിടെ അവൻ അവിടെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിരുന്നെങ്കിൽ പ്രശ്നമാണ്. കാരണം അല്ലെങ്കിൽ സംശയിക്കാം അവൻ തൂങ്ങി മരിച്ചെന്ന്. ഇത് അതുമില്ല. അവൻ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമൊന്നും വലുതായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ മദ്യപിച്ച് വന്നു, അവൻ ഇതൊക്കെ ചെയ്യണം. അത് കരുതി കൂട്ടി ഉള്ള ഒരിടപാടാണ് ഈ വന്നേക്കുന്നത്. കാരണം അവന് എനിക്ക് തോന്നുന്നത് ഈ പെണ്ണിനെ അഴിച്ചു കൊല്ലണമെന്നുണ്ടെങ്കിൽ അവന് ഒരു ശകലം ഇൻടോക്സിക്കേഷൻ അവന് വേണം. അതിനാണ് അവൻ പോയി മദ്യപിച്ച് വെക്കുന്നത്. അതുപോലെ ഈ അനുജനെ കൊലപ്പെടുത്തണമെങ്കിലും ആ ഇൻടോക്സിക്കേഷൻ വേണം. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അവന്റെ ഉമ്മായെ ഉപദ്രവിക്കാൻ അവന് മദ്യമൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ. അതും നമ്മൾ കാണണം. വയസ്സായ ഒരു 95 വയസ്സുകാരിയായ ഈ ഉമ്മായെ കൊല്ലാൻ അതിന് മദ്യമൊന്നും ആവശ്യം വന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇത് യഥാർത്ഥത്തിൽ അവൻ കരുതിക്കൂട്ടി തന്നെ ചെയ്തേക്കുന്ന ഒരു കാര്യമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒരു പ്രീ മെഡിറ്റേറ്റഡ് ആണ് ഇത്. അല്ലാതെ നമുക്ക് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അവൻ അത് കഴിഞ്ഞിട്ട് ഒളിവിപ്പാനൊന്നും അവൻ ശ്രമിച്ചില്ല. അവൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ പോവുകയാണ്. തൂങ്ങി മരിക്കാനൊന്നും അവൻ ശ്രമിച്ചില്ല. മറ്റു വിധത്തിൽ ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. എലിപ്പാഷാണമൊന്നും തിന്ന് എളുപ്പമൊന്നും അല്ല ഇന്നത്തെ കാലത്ത്. എലിവിഷം ഒന്നും കഴിച്ചാലേ അന്നും ആ രീതിയിലൊന്നും എളുപ്പമല്ല. അല്ലെങ്കിൽ വേറെ കടുത്ത വിഷം വേറെ കിട്ടും. അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ അത് കിട്ടുമല്ലോ. അത് കിട്ടിയാൽ നമ്മുടെ ഗ്രീഷ്മ കഷായം കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ രീതിയിൽ ഉള്ള പോയിസൺ അതിനകത്തോട്ട് കീടനാശിനി വാങ്ങിച്ച് ഇതിനകത്ത് മദ്യമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഒഴിച്ചങ്ങ് കുടിച്ചിരുന്നെങ്കിൽ അവൻ ചത്തു പോകത്തില്ലേ? സാർ, ഈ കേസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രതി കാമുകിയായ ഫർസാനിയോട് ചെയ്ത ക്രൂരകൃത്യമാണ്. താൻ മരിച്ചു കഴിഞ്ഞാൽ കാമുകിക്ക് ആരും ഉണ്ടാകില്ല, അതുകൊണ്ടാണ് അവളെയും കൊന്നത് എന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഇത്ര ക്രൂരമായി എന്തുകൊണ്ടാണ് ഫർസാനിയെ അവൻ ആക്രമിച്ചിരിക്കുന്നത്? അപ്പോൾ അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു സ്നേഹം കൊണ്ട് മാത്രമാണോ അവൻ ഇങ്ങനെ ചെയ്തത്? നമ്മൾക്ക് അഫാൻ പറയുന്ന മൊഴി വിശ്വസിക്കാൻ കഴിയുന്നതാണോ?
എനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല. അതിന്റെ കാരണം ആ പെൺകുട്ടി ഒറ്റയ്ക്കായി പോകുമെന്നുള്ള ഒരു ധാരണ ഇവൻ എങ്ങനെ വരാൻ കാര്യം ഉണ്ട്? അതിന് മാതാപിതാക്കളുണ്ട്. അതിന്റെ പിതാവ് ഇപ്പോഴും വളരെ അധികം മാനസിക സംഘർഷത്തിലാണ്. അയാള് കരച്ചിൽ മാറിയിട്ട് നേരമില്ല. അയാൾ ദിവസം എപ്പോഴും പോയി അതിന്റെ കുഴിമാടത്തിൽ, അതായത് അതിനെ അടക്കില്ലോ, അതിനെ സംസ്കരിച്ച, അതിന്റെ മൃതദേഹം സംസ്കരിച്ച പള്ളി, അതിന്റെ ഖബർസ്ഥാനിൽ ഇപ്പോഴും പോയി അയാൾ ഇരുന്ന് കരയുകയാണ്. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനുള്ളപ്പോൾ, അത്രയും സ്നേഹനിധിയായ ഒരു പിതാവുള്ള ഈ പെൺകുട്ടി ഒറ്റയ്ക്കായി പോകുന്നവൻ കരുതുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊന്നും ഒറ്റയ്ക്കൊന്നും ആവത്തില്ല. അതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവൻ പറയുന്നത് ഒരു കാരണവശാലും അത് വിശ്വസനീയമായ ഒരു കാര്യമല്ല. അങ്ങനെ ഇത് അവൻ അല്ലെങ്കിൽ അത് ചെയ്തിരുന്നെങ്കിൽ അവൻ അന്നേരം മരിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതൊന്നും ചെയ്തില്ലല്ലോ. അവനെ ശകല എലിപ്പാഷണവും കണ്ട് കൊക്കക്കൊളയിലും കണ്ടെടുത്ത് കലക്കി കുടിച്ചിട്ട് അവൻ നേരെ മോട്ടോർ ബൈക്ക് ഓടിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോയതാണ്. അപ്പൊ എളുപ്പം. എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു അവൻ വിഷവും കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇത് പറയാതിരുന്നെങ്കിലോ? അറിയത്തില്ലല്ലോ. അവൻ മരിക്കാനുള്ള കാര്യമാണെങ്കിൽ അവൻ പറയൂ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നേക്കാണ് എന്ന് പറയുമ്പോൾ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന അവനറിയാം. കാരണം അവന് മരിക്കാനൊന്നുള്ള ഇഷ്ടമില്ല, താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള മേഡറാണ്. അല്ലാതെ ഈ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും എനിക്ക് കരുതാൻ പറ്റും. സർ, ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയ ശേഷം ഒരു കൂസലുമില്ലാതെ ചാവി കറക്കിക്കൊണ്ടാണ് പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇപ്പോൾ പോലീസിന് മുന്നിൽ എല്ലാ തെളിവുകളുമുണ്ട്. പ്രതി പറഞ്ഞത് ആദ്യഘട്ടം എന്ന നിലയിൽ പോലീസ് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിൽ ഇനി പോലീസിന് എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പിന്നെ പ്രതിയുടെ മൊഴിക്ക് യാതൊരു വിലയില്ല. അല്ലെങ്കിൽ പ്രതി കുറ്റസമ്മത മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആണെങ്കിലും വേണ്ടിയില്ല. അതായത് മറ്റൊരാളോട് ഈ സംഭവങ്ങൾ തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ മൊഴിയാണെങ്കിൽ അത് സ്വീകാര്യമാണ്. അത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ ജുഡീഷ്യൽ കൺഫെഷൻ വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ വേണം. പക്ഷെ അതൊരു പോലീസിന്റെ സാന്നിധ്യത്തിലാവരുത്. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കാൻ നേരത്തായാലും ഇവൻ കുറ്റസമ്മത മൊഴി കൊടുക്കാനായാലും പോലീസ് കൊണ്ടുപോയാൽ നടക്കത്തില്ല. മജിസ്ട്രേറ്റ് അവന് സമൻസ് ഇഷ്യൂ ചെയ്യും. അവൻ കോടതി ഹാജരാകും. അതായത് അവനെ കോടതി ഹാജരാക്കണം, അത് പോലീസ്. എന്നിട്ട് പോലീസിന്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഇല്ലാന്ന് മജിസ്ട്രേറ്റ് ഉറപ്പാക്കിയിട്ട് ഇവന്റെ, അതായത് അടച്ചിട്ട കോടതി മുറിയിൽ മജിസ്ട്രേറ്റും ഇവനും മാത്രം കാണും, ബെഞ്ച് ക്ലാർക്കും കാണും. അല്ലാതെ വേറെ ആരും കാണത്തില്ല അവിടെ. അല്ലെങ്കിൽ കോടതി ഉദ്യോഗസ്ഥർക്കാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കയറാം. ഇതല്ലാതെ വേറെ ആരും കാണത്തില്ല. ഇവന്റെ മൊഴി രേഖപ്പെടുത്തണം, കുറ്റസമ്മത മൊഴി. എന്നിട്ട് അവന് വാണിംഗും കൊടുക്കും. അതായത് നിങ്ങൾ ഈ പറയാൻ പോകുന്ന മൊഴി എന്ന് പറയുന്നത് കുറ്റസമ്മതമാണ്, അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടും എന്നുള്ള വാണിംഗും കൊടുക്കണം. അതാ വേണ്ടത്. അങ്ങനെ കുറ്റസമ്മത മൊഴി അങ്ങനെ കൊടുത്താൽ മാത്രമേ അതിന് വിലയുള്ളൂ. ഈ വാണിംഗ് കൊടുക്കുമ്പോൾ പലവരും മാറും. ഇപ്പൊ ചെന്താമര മാറുന്ന മാറ്റം നമ്മൾ കണ്ടല്ലേ. ചെന്താമര ഇപ്പൊ എല്ലാം പുളുത്തൊന്നും പറഞ്ഞല്ലേ കോടതിയിലോട്ട് പോയേ. എന്നിട്ട് അവിടെ ചെന്നപ്പോ അവന് ഒന്നും മൊഴിയൊന്നും ഇല്ലല്ലോ, ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. സർ, ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് മുൻപ് കേട്ടിട്ടില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് വധശിക്ഷ നൽകാൻ അല്ലെങ്കിൽ വധശിക്ഷ കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇത് കോടതിയിൽ എത്തുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കുമോ? ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് സർവ്വസാധ്യതയുള്ള ഒരു കേസാണ്. കാരണം അല്ലെങ്കിൽ അതുപോലുള്ള റീസൺ കാണണം. പക്ഷെ ഇതിനകത്ത് റീസൺ ഒന്നും കാണുന്നില്ല. എന്തോ റീസൺ ഉള്ളത്? ഒരു റീസണും കാണുന്നില്ല. അപ്പോൾ ഇത് പോലീസ് ശരിയായ രീതിയിൽ, ഇപ്പൊ പോലീസ് ഇവനിതങ്ങോട്ട് പറഞ്ഞ എല്ലാം അവനങ്ങ് ഏറ്റെടുത്തു. പോലീസ് പോയി കണ്ടു. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിന് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ഇവൻ കുറ്റക്കാരനാണെന്ന് കോടതി പ്രൂവ് ചെയ്യണം. എന്നാലേ മാർഗമുള്ളൂ. അല്ലാതെ ഇവൻ പറയുന്നത് കേട്ടോണ്ടൊന്നും പോലീസ് അതും എഴുതി വെച്ചോണ്ടൊന്നും ഇരിക്കരുത്. സർ, അഫാന്റെ പിതാവ് നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഇത്ര വലിയ കടമൊന്നും അദ്ദേഹം വരുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അഫാൻ പറഞ്ഞിരിക്കുന്നത് 65 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട് എന്നാണ്. പിതാവ് പറഞ്ഞത് നോക്കുമ്പോൾ അഫാന്റെ മൊഴികളിൽ വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? പോലീസ് കുറെ കൂടി വ്യക്തതയോടുകൂടി അഫാനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ ഈ കേസിൽ? വേണ്ടിവരും. അതായത് പോലീസിന് ഇപ്പോൾ പേടിയുണ്ട്, അവന്റെ ലിവറിലെങ്ങാണ് ഇതങ്ങനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഭയം ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി പോലീസ് ഒന്നും ചെയ്യാത്തത്. പക്ഷേ അത് നിർബന്ധമായിട്ടും ആ രീതിയിൽ അവനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം, എന്നാലേ പറ്റൂ. സർ, ഇപ്പോഴും പ്രതിയുടെ അമ്മ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ
വളരെ വേദനയോടെ കിടക്കുമ്പോഴും മകനെതിരെ മൊഴി കൊടുത്തിട്ടില്ല. ഇന്ന് പിതാവ് ഗൾഫിൽ നിന്നെത്തിയപ്പോഴും അദ്ദേഹത്തോടും മൂത്ത മകനെ കുറിച്ച് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് വിവരം. അപ്പോൾ അമ്മ മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമോ? എങ്ങനെയാണ് ഇനി പോലീസ് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്? അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേഹത്തുണ്ടായ മുറിവുകൾ, മുഖത്തുണ്ടായ മുറിവ്, തലയ്ക്കൊക്കെ പരിക്കേറ്റേക്കുന്നതെന്നൊക്കെ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പലരും അങ്ങനെ മാറി പറയാറുണ്ട്. അതിപ്പോൾ അവർ പറയുന്ന കാര്യമില്ല. അവരുടെ മൊഴി മജിസ്ട്രേറ്റിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അത് അവർ സത്യം പറയുകയാണെന്നുള്ള ഉറപ്പ് വരുത്തണം. ഇനി അവർ ഇതാ പറയുന്നതെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാൻ പോവുകയും ചെയ്യരുത്. കാരണം അവർ ഈ രീതിയിൽ അവർ മൊഴി കൊടുക്കുന്നെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതേ ഉള്ളൂ അവർക്ക്. കാരണം മറ്റേ മകൻ പോയി, ഇതെന്തായാലും മകനല്ലേ, അത് അറിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് പോലൊന്നും അല്ല. അവരൊക്കെ മനസ്സിലായി കാണും. മറ്റേ മകൻ എന്തായാലും ഇല്ല, അവിടെ ആരെങ്കിലും പറയാനൊന്നും ഇരിക്കത്തില്ല അവരുടെ അടുത്ത്. മറ്റേ മകൻ ഇല്ലാതെ പോയി, ഇനി ഒരുത്തനെങ്കിലും ഉണ്ട്, അവനകത്താണ്. അപ്പൊ അവനെ രക്ഷിക്കാനുള്ള ഒരു മാർഗം ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് അവർ നോക്കുന്നതാണ്. അപ്പൊ അതവർ മാതൃത്വത്തിന്റെ ഒരു ബഹിർസ്ഫുരണം എന്ന് മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അത് അവരുടെ മൊഴിയൊന്നും അത് വിശ്വസനീയമായ മൊഴിയല്ല. കട്ടിലേൽ നിന്ന് അവർ 10 തവണ വീണാലും ഈ മുറിവൊന്നും ഉണ്ടാകത്തില്ല. ഒരാളെ കട്ടിലേൽ നിന്ന് 10 തവണ എടുത്ത് താഴെ ഇട്ടെന്നിരിക്കട്ടെ, എങ്കിലും ഈ മുറിവൊന്നും ഉണ്ടാകത്തില്ല. അതവർ പറയുന്ന കള്ളമാണെന്ന് ആദ്യമേ മനസ്സിലാവും. അതങ്ങ് എഴുതി തള്ളാനേ ഒക്കുള്ളൂ ആ കള്ളം. അതാ ഞാൻ പറഞ്ഞ, വേറെ മൊഴി പോലീസ് നോക്കി കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. സാഹചര്യ തെളിവുകളെല്ലാം കളക്ട് ചെയ്യണം. യവൻ അല്ലാതെ വേറെ ആരും അവിടെ വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കണം. അതിനുവേണ്ടി അയലത്തുള്ള സാക്ഷികളെ അവരെ എല്ലാം കണ്ടുപിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ മൊഴി എടുക്കണം. അതാ വേണ്ടത്, അത് ചെയ്യണം.